ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഫസ്റ്റ് ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ടീസർ ഒരു മാസീവ് എക്സൈറ്റ്മെന്റ് ആണ് നൽകുന്നത് എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ക്യാപ്റ്റൻ അമേരിക്ക ഈസ് ബാക്ക്. ഈ ടീസറിന്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. ഈ ടീസറിൽ ഒരു റൂറൽ ലാൻഡ്സ്കേപ്പ് കാണിക്കുന്നു. പിന്നെ ക്യാപ്റ്റന്റെ ബൈക്കും ഹെൽമെറ്റും, ശേഷം വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നിൽക്കുന്നതും കാണിക്കുന്നു. ശേഷം സ്ക്രീനിൽ സ്റ്റീവ് റോജേഴ്സ് വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് എഴുതി കാണിക്കുന്നു. എൻ ഗെയിമിന് ശേഷം, അതായത് ഇത്ര നാൾക്ക് ശേഷമാണ് ഈ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരവ്. ഇത് ഫാൻസിന് ഹ്യൂജ് നൊസ്റ്റാൾജിയാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നെ പറയാം. ടീസറിൽ സ്റ്റീവ് റോജേഴ്സിനെ കുഞ്ഞിന് സ്ക്രീനിൽ കാണിക്കുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞും ടീസറിലെ റൂറൽ സെറ്റപ്പും ഒക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയാണ്. ഇത് ആൾട്ടർനേറ്റ് ടൈം ലൈൻ അല്ലെങ്കിൽ മൾട്ടിവേഴ്സിൽ പുതിയ റിയാലിറ്റി ഹിന്റ് ആണോ? നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ടതുപോലെ, അതിലെ ക്രെഡിറ്റ്സിനെ കണ്ടതുപോലെ, റീഡ് റിച്ചന്റെ കുഞ്ഞിന്റെ അടുത്ത് ഡോക്ടർ ഡൂം വരുന്നത് പോലെ സ്റ്റീവ് റോജേഴ്സിന്റെ കുഞ്ഞും ഈ ഡോക്ടർ ഡൂമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നങ്ങനെ കുറെ ചോദ്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഡോക്ടർ ഡൂം ആരാണ്? എംസിയുവിന്റെ മേജർ വില്ലൻ. ഒഫീഷ്യൽ ടീസറിൽ ഡൂമിനെ കാണിക്കുന്നില്ല. റിപ്പോർട്ട് പ്രകാരം RDJ ആണ് ഡോക്ടർ ഡൂമായിട്ട് MCUവിൽ കംബാക്ക് ചെയ്യുന്നത്. ഈ ഡോക്ടർ ഡൂം ആരാണ്? സയൻസിലും മാജിക്കിലും ജീനിയസ്, റൂളർ വിത്ത് ഇൻസൈൻ പവർ. യൂണിവേഴ്സ് തന്നെ താനാണ് ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് സ്വയം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ MCUവിൽ ത്രെട്ട് ഹിന്റ് ചെയ്യുന്നത് വേൾഡ് എൻഡിങ് അല്ല, മേ ബി മൾട്ടിവേഴ്സിന് എൻഡിങ് ആയിരിക്കാം. അറിയില്ല, എൻ്റെ ഒരു ഊഹം മാത്രമാണ്. ഈ ടീസർ കൊണ്ട് അർത്ഥമാക്കുന്നത് അവഞ്ചേഴ്സിന് തിരിച്ചു വരുമോ, എക്സ്മാൻ, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ്, വക്കണ്ട ഫോഴ്സിന്റെ അങ്ങനെ MCUവിന്റെ ബിഗ്ഗസ്റ്റ് അസംബിൾ ആയിരിക്കും, അത് തീർച്ചയാണ്. സോ നിങ്ങൾ ഈ ഡൂംസ്ഡേയുടെ ചെറിയ ടീസ് കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിലോട്ട് വരാം. ബൈ.